വെൽക്കം ബാക്ക് ടു ഇന്ദുസ് വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് കേൾക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ദർശകുട്ടിന് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആള് കാർട്ടൂണൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു പെഡിക്യൂറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. കാലൊക്കെ കണ്ടില്ലേ, ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. മഴയുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഞാനിത് എപ്പോഴൊന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് കാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയിൽസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നഖമൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വെട്ടി ശരിയാക്കി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് അതിന് ശേഷം നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ റിമൂവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. ആ നെയിൽ പോളിഷ് അവിടെ തന്നെ വെച്ച് അതിൻ്റെ മേലേക്കൂടെ വേറൊരു നെയിൽ പോളിഷ് ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റിമൂവർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് നെയിൽസൊക്കെ നല്ലപോലെ വെട്ടിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അങ്ങനെ നെയിൽസൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്, അതായത് ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത്. ഒരു ലൈറ്റ് ചൂട് മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഷാമ്പുവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ കാല് ഒരു 10 മിനിറ്റ് നേരം അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. അങ്ങനെ ഇറക്കി വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് നല്ലപോലെ ഒരു കാലിന് മേലെ ഒരു കാല് നല്ലപോലെ ചെളിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു ഫീലിംഗ്, നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് കാല് അതിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാലൊന്ന് ക്ലീൻ ചെയ്യാം. അതായത് ഞാനിവിടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ കോൾഗേറ്റും ഒരു പഴയ ബ്രഷുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മുടെ നഖത്തിലും നഖത്തിൻ്റെ ഇടയിലും കാല് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, കോൾഗേറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കാല് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലപോലെ ചെളിയൊക്കെ ഇളകും. നമ്മൾ ഈ വെള്ളത്തിൽ കാല് കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ലപോലെ ചെളിയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൺ ടാനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഈ 2 പാക്കും കൂടെ റോസ് വാട്ടറിലാണ് ഞാൻ മിക്സ് ചെയ്തത്. നമ്മുടെ സാധാ വാട്ടറിലല്ല, റോസ് വാട്ടറിൽ. സാധാ വാട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് വയ്ക്കാം കേട്ടോ. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകി കളയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാലിൽ നല്ല ചെളിയൊക്കെ പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഹിബിസ്കസ് ജെല്ലാണ്, എൻ്റെ അലൂസിൻ്റെ ഹിബിസ്കസ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. വാസലിനോ എന്ത് മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് കാലിലൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്കിഷ്ടമുള്ള നമ്മുടെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതിലും അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത്ര സിമ്പിളായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വേറെ ഒരുപാട് നല്ല പാക്കുകളൊക്കെ ഉണ്ട് കാലിലും കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ മഞ്ഞ കളറൊക്കെ കാലിൽ വന്നിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ പാദ സംരക്ഷണമൊക്കെ കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നന്നായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ മടി കാരണം ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് പാക്കൊക്കെ ഇട്ട് ടൊമാറ്റോ കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയും ചെയ്യാം, സിമ്പിളായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.